ഇതാണ് ക്രിസ്മസ് പപ്പ, അറിയാമോ? നീ കുറച്ചും കൂടെ വളരെ ഇതുപോലത്തെ ഒരു തന്നെ കല്യാണം കഴിപ്പിച്ചാൽ അത് എല്ലാം എടുപ്പായിട്ട് വീട്ടിൽ പോയി മക്കളെ ഒന്ന് നിൽക്കുവോ? 2 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലും വാങ്ങിത്തരും. ചേട്ടാ എവിടെ താമസിക്കണേ? ഇവിടുന്ന് 7-8 കിലോമീറ്റർ ദൂരെയാണ്. ഇങ്ങോട്ടോ? ഒറ്റയ്ക്കുള്ള വീട്ടിൽ ആരും ഇല്ലേ? ഭാര്യ മരിച്ചുപോയി, മകന്റെ കൂടെയാ താമസം. കുറച്ച് നാളായിട്ട് മകനുമായിട്ട് പ്രശ്നമാണ്. ഞാൻ ഇറങ്ങിപ്പോന്നു. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ല. അപ്പം മോനെടുത്ത് ചുമ്മാ വിശന്ന് വലിഞ്ഞിരിക്കുന്ന ആളിന്റെ അടുത്ത് ഭൂമിശാസ്ത്രവും മേൽവിലാസവും ചോദിച്ചോണ്ടിരിക്കാതെ എവിടെ താമസിക്കണം? അല്ല നിക്ക്, എന്താ പേരെന്താ? ജോസഫ്. അപ്പൊ ജോസഫ് ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. അവിടെ ചെന്നിച്ചിരി ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നവിടെ കിടന്നിട്ട് നാളെ വീട് എവിടാന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ കൊണ്ടുവിടും. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ വിശന്നിരിക്കുന്നത് ശരിയല്ല. അയ്യോ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, ഒരു ബുദ്ധിമുട്ടില്ല അപ്പച്ചാ. ഇതോ ആ വളവ് കഴിയുമ്പോഴേ ഞങ്ങളുടെ വീടാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. ഒരാൾക്ക് ആഹാരം തന്നെ എന്തോന്ന് പാട്. നടക്കാൻ പറ്റുമോ? നടക്കാം. മക്കളെ, മോളെ, പണിയൊക്കെ തീർന്നാ? പുൽക്കുടില്ലേ? ഇപ്പൊ റെഡിയാവും. പെട്ടെന്ന് റെഡിയാക്ക്. കരോത്സംഗം ഇങ്ങ് എത്തിപ്പം. അപ്പച്ചാ, അപ്പച്ചന്റെ വീട്ടിലെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണോ ആഘോഷം? അന്ന് ഇതുപോലെയൊന്നും ആയിരുന്നില്ല. പിന്നെ അന്ന് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ ആസ്വദിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു. അന്ന് ഇത്രയും പ്ലാസ്റ്റിക് എന്നല്ല, പ്ലാസ്റ്റിക് ഒട്ടുമില്ല. മുഴുവൻ ജൈവികമായിരുന്നു. മുഴുവൻ ജൈവികം അല്ലേ? ഈ വൈക്കോലൊക്കെ മാറ്റിട്ട് ഷീറ്റ് ഇട്ടിരുന്നെങ്കിലേ ഈ രൂപങ്ങളൊന്നും നനയത്തില്ലായിരുന്നല്ലേ? അത് ശരിയാവില്ല മോളെ. അതിനൊരു കഥയുണ്ട്. ഈ പുൽക്കൂട്ടിൽ മനുഷ്യപുത്രനായി ജനിച്ച ഉണ്ണി യേശുവാണ് ലോകത്തിന്റെ തന്നെ കണ്ണീരൊപ്പുന്ന ഈശോ മിശിഹായത്. അല്ല ജോസഫേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ജോസഫേട്ടന് വിഷമമാവുമോ? തീർച്ചയായിട്ടും ചോദിച്ചോളൂ. വിഷമമൊന്നും തോന്നില്ല. കാരണം ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ലഭിച്ചിട്ടേ ഇല്ല. അല്ല, മക്കളുമായിട്ട് എന്തായിരുന്നു പ്രശ്നം? എൻ്റെ മകനും മരുമകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. അപ്പൻ ഇതിൽ ഇടപെടണ്ട, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ഇങ്ങ് പോകുന്നു. അതെ ജോസഫേട്ടാ, മോനും മരുമോളും കൂടെ ആ വഴക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്തെ അവരാ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് അത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരപ്പോഴും ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അതിലിത്ര ടെൻഷൻ ആവണ്ട. അളിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ രാമ നീയും വാ, നമുക്ക് ജോസഫേട്ടൻ്റെ വീട്ടിലോട്ട് പോവാം. ഇതിന് ജോസഫേട്ടൻ്റെ മോനെയും മോളെയൊക്കെ വിളിച്ചൊന്ന് സംസാരിക്കാം. അത് ചെയ്യാം. എന്താ, അതിപ്പോ നമുക്ക് ഒരുമിച്ച് ജോസഫേട്ടനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. എന്താ? അത് മതി. എന്തായാലും മണിക്കുട്ട മാമൻ വഴിയിൽ കൊണ്ടുവന്ന ഈ അപ്പച്ചനെ കാണുന്നേ ക്രിസ്മസ് പാപ്പുവിനെ പോലെ ഉണ്ട്. ശരിയാണ്. അപ്പച്ചാ, ഈ ക്രിസ്മസ് ട്രീയെ കുറിച്ച് എന്തെങ്കിലും കഥയൊക്കെ ഉണ്ടോ? ഞാൻ നേരത്തെ ഈ മണിക്കുട്ടാനോട് ചോദിച്ചേ, ഏതാണ്ടൊക്കെയോ പറയുന്നത് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരുപാട് കഥകളുണ്ട്. ക്രിസ്മസ് ട്രീ എന്ന സങ്കല്പം ഉണ്ടാകുന്നത് തന്നെ ജർമ്മനിയിലാണ്. സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കുമരം, പൈൻമരം, ഈ 2 മരങ്ങളാണ് ക്രിസ്മസ് ട്രീക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ അത് പ്രചരിച്ചത് 19-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇതിവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇവിടെ പ്രചരണം. ഇത് തന്നെ ഞാനും പിന്നെ മനുഷ്യ മരം ഇത് തന്നെ പറഞ്ഞു. പിന്നെ ചേട്ടാ, ഇവിടെ കിട്ടും 1000 രൂപ എടുത്താൽ മതി. നല്ല പച്ച കളർ ട്രീ. അത് പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക്. ഇന്നത്തെ കാലത്ത് എന്താ പറയുക, വലിയ സ്റ്റാർ ഇടാനും വലിയ വലിപ്പമുള്ള ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാനും പുൽക്കൂടുണ്ടാക്കാനും ആർഭാടമായിട്ട് ആഘോഷിക്കാനുമുള്ള തിരക്കിലാണ് മനുഷ്യൻ. മിക്കവാറും എല്ലാവരും എന്താ പറയുക, ബഹളം പിടിച്ച് നടക്കുക. പക്ഷേ ക്രിസ്തുവിൻ്റെ
ജീവിതത്തെ അനുകരിക്കാനോ ക്രിസ്തുവിനെ ആഘോഷിക്കാനോ എന്തിന്? ക്രിസ്മസ് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ക്ഷമയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ്. അയ്യേ, ഈ കേക്കാണ് അച്ഛൻ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞേ. ആ ഇത് കുറച്ചല്ലേ ഉള്ളൂ. ആ അതിനെന്താ മോളെ, യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ നമുക്ക് ഉള്ളത് കൊണ്ട് സ്നേഹത്തോടെ പങ്കുവെച്ച് കഴിക്കുന്നതിലാണ് സന്തോഷം. അപ്പോഴേ കരോള് വരാൻ സമയമായി. നമുക്കെല്ലാം അകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാം. ആ ബാബാ ചെല്ലു പിള്ളേർ ചെല്ലു. പോരാ ഒന്ന് ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.